ഇത് മാസ് മോട്ടോഴ്സ് മഞ്ഞപ്പുറ നമ്മളെ ഹോണ്ട ഡിയോ വർക്കിനായിട്ടാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞത് റണ്ണിങ്ങിൽ വണ്ടി ഓഫ് ആയപ്പോൾ കംപ്ലയിൻ്റ് ഉണ്ട്. അതാണ് മെയിൻ കംപ്ലയിൻറ്റ് പറഞ്ഞത്. പിന്നെ സ്പീഡോമീറ്റർ ചെക്കപ്പ്, വാട്ടർ സർവീസ്, ജനറൽ സർവീസ്, ഇത്രയാണ് പറഞ്ഞത്. എഞ്ചിൻ ഓയിലിനെ പറ്റിയിട്ടൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, വേറെ കംപ്ലയിൻസുകളായിട്ടും പറഞ്ഞിട്ടില്ല. വണ്ടി കിലോമീറ്റർ റീഡിങ് മീറ്ററിനകത്ത് കാണിച്ചത് 69,618 കിലോമീറ്റർ. 69,618 മീറ്റർ റീഡിംഗ് ആയിട്ട് കാണിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ഉണ്ട്, അതായത് വണ്ടി ഓഫായി പോണ കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ നമുക്കൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഹാൻഡിൽ നല്ല രീതിയിൽ വെട്ടൽ, അതായത് വണ്ടി ഓടി ഇച്ചിരി സ്പീഡിൽ പോകുന്ന സമയത്ത് ഏകദേശം ഒരു 40 കിലോമീറ്റർ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളൊരു ഹാൻഡിലൊക്കെ കൈമേന്ന് എടുക്കേണ്ടി വന്ന ഫ്രണ്ട് നല്ല ഷിവറിങ് കാണിക്കുന്നുണ്ട്. അത് ടയറിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അത്രയാണ് പ്രത്യക്ഷത്തിൽ നോക്കിയത്. പിന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് കുറവായിട്ട് കാണുന്നുണ്ട്. അത്രയും കംപ്ലയിൻ്റാണ് നമുക്ക് ഓടിച്ച് നോക്കിയപ്പോൾ കിട്ടിയത്. നമ്മൾ ജനറൽ സർവീസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും, അതിന് വേണ്ടിയിട്ട് കയറ്റിയാണ്. ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതിപ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. തന്നെയല്ല അത് മാക്സിമം ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ലൈനർ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുക. അപ്പോൾ ബ്രേക്കിൻ്റെ ഓക്കെ ആയിക്കോളും. പിന്നെ ബാക്കിലത്തെ ഗിയർ ബോക്സിൽ വന്ന ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തത് നല്ല ഓയിലാണ്. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയർ ഫുള്ള് തീർന്ന് നൂലൊക്കെ കണ്ടേക്കണ അവസ്ഥയാണ്. ഇതാണ് നൂലടക്കം പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ടയർ മാറ്റി കളയാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടയർ മാറ്റണ സമയത്ത് ആ ഹാൻഡിൽ വെട്ടലിൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടിലത്തെ ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ പുതിയ ടയർ ഇപ്പോൾ നമ്മൾ മാറ്റി ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തി നമുക്ക് ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ അത് കൈയോടെ മാറ്റി പോവാം. അപ്പോൾ മാറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിക്കടെ ആ ടയർ റൊട്ടേഷൻ ചെയ്തിടാം. ഫ്രണ്ടിലെ ടയർ ഓൾറെഡി അലൈൻമെൻറ്റ് പോയിട്ട് വണ്ടി വെട്ടൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ടയർ ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ ഫ്രണ്ടിൽ ഇടാണെങ്കിൽ ആ കംപ്ലയിൻറ്റ് അവിടെ അങ്ങോട്ട് തീർന്നു പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഇടാം, നോക്കിയിട്ട് പറഞ്ഞാൽ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് നമ്മൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്. തന്നെയല്ല പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ മാറണം. കൂട്ടത്തിക്കടെ നമുക്ക് പ്ലഗും കൂടി മാറ്റി കളയേണ്ടി വരും. എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് സെറ്റായിട്ട് മാറ്റണ്ടേ. പ്ലഗിൻ്റെ പോയിൻ്റൊക്കെ നല്ല രീതിയിൽ തീർന്നിട്ടുണ്ട്. അപ്പോൾ പ്ലഗും നമുക്ക് നിർബന്ധമായിട്ട് മാറ്റേണ്ട കേസാണ്. പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചതാണ്. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് പറയത്തക്ക ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഗ്രീസ് ഒരുപാട് ഗ്രീസ് ഇട്ടിട്ട് അതിൻ്റെയൊക്കെ ഓയിൽ ഗ്രീസ് പുറത്തേക്ക് വന്നതാണ്. ഈ റോളറുമൊക്കെ ഗ്രീസ് ഇട്ട് സെറ്റ് ചെയ്തതാണ്. ഇത് ശരിക്കും ഇവിടെ റോളറുമ്മ ഗ്രീസൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ആകെ നമുക്ക് ഗ്രീസ് യൂസ് ചെയ്യേണ്ടത് ഈ ക്ലച്ച് യൂണിറ്റാണ്. ആ ഭാഗത്ത് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിക്കടെ നമുക്ക് അതിൻ്റെ നീഡിൽ റോളറും അതിൻ്റെ പിന്നും കൂടി മാറ്റി റീസെറ്റ് ചെയ്യാം. ഇതിൻ്റെ നെട്ടൊക്കെ വെട്ടി അഴിച്ചാണ്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ശരിക്കും അതിൻ്റെ സാധാ ടൂൾസൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. ഇത് വെട്ടിരുമ്പൊക്കെ വെച്ച് വെട്ടി അയച്ചാനാണ്. അപ്പോൾ നമുക്ക് നിലവിൽ അതിൻ്റെ റോളറും ഇതൊക്കെ മാറ്റി ഗ്രീസ് ചെയ്തതിന് ശേഷം ആ സ്പെഷ്യൽ നെറ്റടക്കം മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ക്ലച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഈ വന്നൊരു ബുഷ് പി സ്ലൈഡ് എന്ന് പറയാതെ ബി ബുഷ് എന്നും പറയും. ഈ ഒരു ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട്, അത് നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കൂട്ടത്തിൽ മാറ്റിയിടാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്. ഹോണ്ട ബാൻഡോ എന്ന് പറഞ്ഞ കമ്പനി ഹോണ്ടയുടെ തന്നെ ഒറിജിനൽ ബെൽറ്റ് കിടക്കണേ. നിലവിൽ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്കൊക്കെ പോലെ ഉണ്ട്, പക്ഷേ എന്നാൽ പോലും കിടന്ന് ഓടിക്കോളും. നമുക്ക് അത് തന്നെ മതി. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ ആ ഗ്യാസ്കറ്റ് അഴിച്ച റബ്ബർ ഗ്യാസ്കറ്റാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ. അതും ആ മൗണ്ട് റബ്ബർ കൂടി മാറ്റിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയിക്കോളും. പിന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ, 2 കേബിൾ കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. ചോക്ക് കേബിൾ വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിളിന് പ്ലേ കുറവായിരുന്നു. ഞാനിപ്പോൾ ഒരല്പം ഫ്രീ പ്ലേ ആക്കിയിട്ടുണ്ട്. ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇത് തന്നെ യൂസ് ചെയ്യാം. പോകെ കുറേ കൂടി പോകുന്നതിനനുസരിച്ച് ടൈറ്റ് കൂടുതലായിട്ട് വരും. ആ വന്ന സമയത്ത് ആക്സിലേറ്റർ കേബിൾ അഴിച്ചു മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധയോടെ കേൾക്കാം. കറക്റ്റായിട്ട് അത് അതിന് ശേഷം കൃത്യമായിട്ട് കേട്ടതിന് ശേഷം നമുക്ക് റിപ്ലൈ ചെയ്യണം. നമുക്ക് വണ്ടി ഓടണ സമയത്ത് ഓഫായി പോണ കംപ്ലയിൻറ്റ് കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റാണ്. കാർബേറ്റർ ഇപ്പോൾ നമ്മൾ E20 എന്ന് പറയുന്ന പെട്രോളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എത്തനോൾ 20% പെട്രോൾ നമ്മൾ ഉപയോഗിക്കണേ. അതിൻ്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ കംപ്ലയിൻസുകൾ മെയിനായിട്ട് വന്നേക്കുന്നത്. അതിൻ്റെ ജെറ്റൊക്കെ ബ്ലോക്കാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ വണ്ടി ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. മിസ്സിങ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നം. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്താൽ തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഓവർഫ്ലോ, പെട്രോൾ ഓവർഫ്ലോ, ഈ താഴത്തെ കറുത്ത പൈപ്പ് വഴി പെട്രോൾ താഴേക്ക് വരാനുള്ള സാധ്യത 99% ഉണ്ട്. അപ്പോൾ അത് അറിഞ്ഞിട്ട് വേണം നമുക്ക് പെർമിഷൻ തരാനായിട്ട്. കാരണം ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമ്മൾ ഈ കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിക്ക് മുമ്പ് പല വണ്ടികൾക്കും ചെയ്തിട്ട് സെയിം കംപ്ലയിൻറ്റ് റിപ്പീറ്റ് കാണിച്ചേക്കണതുകൊണ്ടാണ് ഞാൻ ഈ കൃത്യമായിട്ട് എടുത്ത് പറയണേ. കാർബേറ്റർ അസംബ്ലി അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ നമുക്ക് തന്നാൽ മാത്രമേ നമ്മൾ കാർബേറ്റർ അഴിക്കുകയുള്ളൂ. അഴിച്ച് ക്ലീൻ ചെയ്താലാണ് നമ്മുടെ ഈ റണ്ണിങ്ങിൽ ഓഫായി പോണ കംപ്ലയിൻറ്റ് മാറുള്ളൂ. പക്ഷേ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് വരാൻ സാധ്യതയുള്ളൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കാനാണ് പറ്റുള്ളൂ. ഇത് അറിഞ്ഞിട്ട് വേണം നമുക്കതിന് പെർമിഷൻ തരാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിന് അത് ഉൾപ്പെടുത്തിയേക്കാം. എന്തായാലും നമുക്കത് അഴിക്കാതെ കൊണ്ട് ഈ ഓഫായി പോണ കംപ്ലയിൻറ്റ് എന്തെങ്കിലും സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടുമ്പോൾ കുറച്ച് കുറയായിരിക്കും, പക്ഷേ 100% അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് അഴിച്ച് ക്ലീൻ ചെയ്താൽ തന്നെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്കൊന്ന് റിപ്ലൈ ചെയ്യണം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകൾ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറും ഈ പറഞ്ഞ രീതിക്കുള്ള ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് ഇതുമ്പോൾ കിടക്കണേ. മാക്സിമം ഒരുവിധം ആയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു മില്ലിങ് തിരിച്ചിട്ട് യൂസ് ചെയ്യാം, ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട്. ബാക്കിലത്തെ എന്തെങ്കിലും നമുക്ക് മാറ്റിയിടണം കേട്ടോ. ഇതൊക്കെ മാറ്റിയിടുമ്പോൾ ഒറിജിനലായിട്ട് ഇടാനായിട്ട് വലിയ റേറ്റ് വ്യത്യാസമൊന്നും വന്നില്ല. കമ്പനി ഐറ്റം യൂസ് ചെയ്യണതാണ് കുറേ കൂടി ബെറ്റർ കേട്ടോ. പിന്നെ ഫ്രണ്ട് ടയർ നിലവിൽ തീരാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് ടയർ തീർന്ന് നടക്കണതുകൊണ്ട് ഈ ടയർ ആ ഡിസ്കേ പാടി തന്നെ അഴിച്ച് ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ ഇടുന്നുണ്ടെങ്കിൽ അത് ഫ്രണ്ടിലിടാണെങ്കിൽ ആ വെട്ടൽ കംപ്ലയിൻറ്റ് മാറിക്കോളും, വണ്ടി ഓടിക്കാനുള്ള സ്മൂത്ത്നെസ്സും കറക്റ്റ് ആയിക്കോളും. ഫ്രണ്ട് വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ബുഷുകൾ വേറെ കംപ്ലയിൻ്റ് ഇല്ല. കോൺസെപ്റ്റിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഇല്ല. ബാറ്ററി നമുക്ക് 2024 മോഡൽ ബാറ്ററി വണ്ടി ഇരിക്കണേ. ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.5 വോൾട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരല്പം ചെറുതായിട്ട് വീക്കായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും സെൽഫ് അടിക്കുന്നതിന് കാര്യങ്ങൾക്കൊന്നും വേറെ പ്രോബ്ലം ഇല്ല. ഇന്ന് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് രാവിലെ കയറ്റാൻ നോക്കുമ്പോൾ സ്റ്റാർട്ടായി കിട്ടാനും ചെറിയ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ കേബിൾ മാറ്റിയതുകൊണ്ട് കാര്യമില്ല. കാരണം മീറ്റർ അസംബ്ലി സ്റ്റക്കാണ്. ഈ വന്ന യൂണിറ്റുമാണ് നമ്മൾ കേബിൾ കണക്ട് ചെയ്യേണ്ടത്. ആ യൂണിറ്റ് ടൈറ്റാണ്, ഫുൾ ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേബിൾ പിടിപ്പിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം, ആ മീറ്റർ മെക്കാനിക്സ് അടക്കം ഫുൾ സെറ്റ് മാറ്റിയാൽ തന്നെയാണ് നമുക്കത് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ. ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല. അത് നമുക്ക് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐറ്റം ഓർഡറിൽ കൊടുത്തിട്ട് ഐറ്റം വരുത്തിയിടുക. അപ്പോൾ അഡ്വാൻസ് ഒരു 500 രൂപയൊക്കെ അഡ്വാൻസ് അടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഐറ്റം വരുത്താം. വന്നതിന് ശേഷം അത് മാറ്റി റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിത്തെ ഫണ്ട് ക്ലോസ് ചെയ്താലും മതി. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് പറയണം കേട്ടോ. കാരണം ഇപ്പോൾ ഇന്നിപ്പോൾ ഓർഡറിലേക്ക് വിടുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നാളെ കിട്ടാനുള്ള ഐറ്റം സ്റ്റോക്കിലുണ്ടെങ്കിൽ നമുക്ക് നാളെ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ ഹാൻഡിലിൻ്റെ റിയർ കവർ ഉണ്ടല്ലോ, ഈ കവർ ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ ഭാഗം അവിടെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഭാഗം പൊട്ടിപ്പോയിട്ട് തൽക്കാലം ടൈ ചെയ്തിട്ടൊക്കെ പിടിപ്പിച്ചാണ്. ജസ്റ്റ് ഞാൻ അയച്ചപ്പോൾ കണ്ടു എന്നുള്ളത്. അങ്ങനെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് ഉള്ളിൽ ഡാമേജ് ഉണ്ട്. പിന്നെ ഈ മീറ്ററിൻ്റെ ഉള്ളിൽ ലൈറ്റുകളൊന്നും തെളിയില്ല. പാർക്ക് ലൈറ്റ് നൈറ്റ് ഓടുമ്പോൾ നമുക്ക് ആ ഡയൽ കാണാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റുകളൊക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ മീറ്റർ അസംബ്ലി മാറ്റുന്നുണ്ടെങ്കിൽ അത് ആ കൂട്ടത്തേക്കൂടെ അത് റെഡി ആയിക്കോളും. പിന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, പ്ലഗും നമുക്ക് മാറ്റിയിടണം. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഇതാണ് അവസ്ഥ, മൊത്തം പൊടിഞ്ഞു പോയേക്കാണ്. അത് നമുക്ക് മാറ്റിയിടണം. എഞ്ചിൻ ഓയിലിനെ പറ്റിയിട്ട് നമുക്കൊന്നും പറഞ്ഞിട്ടില്ല, ജോബ് കാർഡിലൊന്നും പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് നോക്കുമ്പോൾ കളർ കാര്യമായിട്ട് വ്യത്യാസമില്ല. പക്ഷേ 100% നമുക്ക് കളർ നോക്കിയിട്ട് ഓയിൽ മാറ്റാറായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. കിലോമീറ്റർ അത്ര ഓടി എന്നതിനനുസരിച്ചിട്ടാണ് എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റണോ വേണ്ടതെന്നത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് കിലോമീറ്റർ ഏകദേശം 3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം. അതനുസരിച്ച് നമുക്ക് എഞ്ചിൻ ഓയിൽ കൂടി മാറ്റി പോകണമായിരിക്കും ബെറ്റർ. ഞാനിപ്പോൾ കംപ്ലയിൻറ്റ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നില്ല. ബാക്കിയത്തെ ടയറടക്കം നമുക്ക് വേണ്ട ഭാഗങ്ങളതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. അത് കിട്ടിയിട്ട് വേണം നമുക്കതനുസരിച്ച് ചെയ്യാനായിട്ട്. അതിനകത്ത് ഞാൻ കാർബറേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പ്രേ വരും, എൻ്റെ സ്ലോ ജെറ്റ് വരും, ഫ്ലോട്ട് വാൽവ് ആവശ്യമുണ്ടെങ്കിൽ ഫ്ലോട്ട് വാൽവ് വരും. 10 ഐറ്റം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് പെർമിഷൻ തന്നാൽ മാത്രമാണ് നമ്മൾ എന്തെങ്കിലും അഴിക്കുകയുള്ളൂ. കാരണം അതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. കാരണം നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് കംപ്ലയിൻ്റ് ഇല്ല, പോകുമ്പോൾ ഒരു പക്ഷേ കംപ്ലയിൻറ്റ് വന്നാൽ ലാസ്റ്റ് നമ്മളുടെ ഒരു വർക്കിൻ്റെ ഒരു ഫാൾട്ടായിട്ട് പറയും. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമ്മൾ എടുത്ത് പറയണേ. അതിപ്പോൾ കോമൺ ആയിട്ട് എല്ലാ വണ്ടിക്കും തന്നെ പ്രശ്നമായതുകൊണ്ട് കൃത്യമായിട്ട് അത് നമുക്ക് കസ്റ്റമറുടെ ഒപ്പീനിയൻ ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനത്ര ചിലവ് വരുമെന്നും അതും കൂടി ഞാൻ എസ്റ്റിമേറ്റ് കാണിക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാം, കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് നോക്കാം, അതിന് ശേഷം മാത്രം ഒന്ന് റിപ്ലൈ ചെയ്യാം. കാർബറേറ്ററിൻ്റെ കേസ് പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ.